സംസ്ഥാന സർക്കാരിന്റെയും ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസന സദസ്സ് ബഹിഷ്കരിച്ച കോൺഗ്രസ് UDF നീക്കത്തിനെതിരെ ഇടതുപക്ഷ പ്രതിഷേധം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഇടപെട്ട വികസന സദസ്സ് ബഹിഷ്കരിച്ചത് പ്രതിഷേധാർഹമാണെന്ന് ഇടതുപക്ഷ മെമ്പർമാർ പറഞ്ഞു. കോൺഗ്രസ് നയിക്കുന്ന UDF ഭരണ മുന്നണിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇടതു മെമ്പർമാർ ഉയർത്തിയത്. 2020 മുതൽ 2025 വരെ 5 വർഷക്കാലം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിയാണ്. UDF മുന്നണിക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തനതായുള്ള ഒരു വികസന പ്രവർത്തനവും ഇല്ലാത്തതാണ് വികസന സദസ്സ് ബഹിഷ്കരണത്തിലേക്ക് എത്തിച്ചതെന്ന് ഇടതുപക്ഷ മെമ്പർമാർ ആരോപിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെയും ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് വികസന സദസ്സ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചത്. എന്നാൽ ഇന്നലെ ഏകദേശം ഒരു 4 മണിയായ സമയത്ത് ഈ വികസന സദസ്സിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഞങ്ങളെ വിളിച്ച് ഈ വികസന സദസ്സ് ബഹിഷ്കരിക്കുകയാണെന്നും ആരാണെങ്കിൽ നടത്തിക്കൊള്ളാനും പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചു പറയുകയാണ് ഉണ്ടായത്. ജനങ്ങളോട് ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഭരണമുന്നണിയുടെ നേട്ടങ്ങൾ വിളിച്ചു പറയുന്ന ഈ വികസന സദസ്സ് ഇതേ പഞ്ചായത്തിലെ ഭരണക്കാർ തന്നെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. 2 കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ വികസന സദസ്സ് അവർ ബഹിഷ്കരിച്ചിട്ടുണ്ടാവുക. ഒന്ന്, ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കാത്തത് ജനങ്ങളോട് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുമ്പോൾ അതിന് ശേഷിയില്ലാതെ പേടിച്ച് ഒളിച്ചിരുന്നാകാനും സാധ്യതയുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സായിരുന്നു ഇന്ന് സംഘടിപ്പിച്ചത്. ഈ വികസന സദസ്സിൽ പങ്കെടുക്കേണ്ടിരുന്ന കോൺഗ്രസിൻ്റെ ഭരണസമിതിയിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു തനത് വികസന പദ്ധതി ഒന്നും നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിൽ പല റോഡുകളും സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന റോഡുകളുടെ വികസനം മാത്രമല്ലാതെ തനതായിട്ടൊരു പദ്ധതി ഇവിടെ നടക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ 5 വർഷമായിട്ട് ചേർപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട് നമ്മുടെ ചേർപ്പ് പഞ്ചായത്ത് പുറകോട്ട് വലിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് ഭരണസമിതിയുടേത്. വികസനങ്ങൾക്ക് എപ്പോഴും തുരങ്കം വയ്ക്കുന്ന നിലപാടാണ്. പല വികസനങ്ങളും സംസ്ഥാന സർക്കാർ ഫണ്ട് വിലയിരുത്തുമ്പോഴും അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പോലും തയ്യാറാവാത്ത ഭരണസമിതിയാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ. അവർ തീർച്ചയായും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജനങ്ങളെ വിളിച്ചു വരുത്തി അവഹേളിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഭരണസമിതിയുടെ ഇത്തരം പ്രവർത്തികൾ ശരിയല്ലെന്ന് ഇടത് മെമ്പർമാർ വ്യക്തമാക്കി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഭരണ മുന്നണിക്ക് ജനങ്ങൾ മറുപടി നൽകുന്ന കാലം വിദൂരമല്ലെന്ന് ഇടതുപക്ഷ മെമ്പർമാരായ KB പ്രജിത്ത്, PC പ്രഹ്ലാദൻ, അനിത അനിലൻ, വനജ സോളമൻ, നസീജ മുത്തലിഫ്, സുനിത ജിനു എന്നിവർ അറിയിച്ചു.